ബൈക്കൊക്കെ മോഷ്ടിക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് സാധനം വാങ്ങിയിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സാധനം ഹായ് ഓൾ, ഏഞ്ചൽസ് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേരുടെ സംശയമാണ്, നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ പൈസയൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അയച്ചു തരില്ലേ, തട്ടിപ്പാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ചെറിയ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാക്കിംഗ് ചെയ്യുകയും ചെയ്യാം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഗിഫ്റ്റ് വേണ്ടവർക്ക് എൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഓൺലൈനായിട്ട് മെറ്റീരിയൽസ് ആയാലും എന്ത് ഐറ്റംസ് വാങ്ങുകയാണെങ്കിലും പിന്നെ പേടിയായിരിക്കും അല്ലേ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടില്ലേ എന്നുള്ളത്. കുറേ തട്ടിപ്പൊക്കെ നടക്കുന്ന കാലമാണ്, അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ആ തട്ടിപ്പിലൊക്കെ പെട്ടുപോയവരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഭയങ്കര പേടി. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ആൾ പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു, ഒരു കസ്റ്റമർ. അപ്പോൾ അവർക്ക് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പൊതുവെ അയച്ചു കൊടുക്കാറുള്ളത്, ഒരു ദിവസം വൈകി കിട്ടാൻ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ നിങ്ങൾ വയനാട്ടുകാരാണെന്ന് അറിഞ്ഞിട്ടും വയനാട്ടിലുള്ളവർ കാറും ബൈക്കൊക്കെ മോഷ്ടിക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് സാധനം വാങ്ങിയിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സാധനം കിട്ടിയിട്ടില്ല ഇതുവരെ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായി ചൂടായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു കേട്ടോ. കാരണം നിങ്ങൾ എൻ്റെ അടുത്തുനിന്നല്ല, ആരുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പിന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും, ഈ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നവരുടെ ഒക്കെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. വിശ്വാസം വന്നിട്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തായാലും ഒരിക്കലും നമ്മൾ ചതിക്കില്ല കേട്ടോ. അങ്ങനത്തെ പൈസയും കൊണ്ട് നമുക്ക് ജീവിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നെ മാത്രം പറയുകയാണെങ്കിൽ എനിക്കതൊരു വിഷമമില്ലായിരുന്നു. എൻ്റെ നാട്ടിലുള്ളവരെ മൊത്തമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനലിലാണെങ്കിലും കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും അവർ അയച്ചു കൊടുക്കുന്നതും പിന്നെ പാക്ക് ചെയ്തതും. പിന്നെ അങ്ങനെ വാട്സപ്പിലാണെങ്കിൽ പിന്നെ പ്രൊഡക്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസും അതൊക്കെ അവരിടുന്നതായിരിക്കും, ഇങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നവർ. അതൊക്കെ കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നന്നായിട്ട് അതൊന്ന് പച്ച പിടിച്ച് കിട്ടണം, ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിട്ടല്ലേ. അപ്പം നമ്മളിങ്ങനെയൊക്കെ വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുക കേട്ടോ. അവർ നല്ല മനസ്സോടു കൂടി നിങ്ങൾക്ക് തരുമ്പോൾ അത് നല്ലൊരു ബർക്കത്തായിരിക്കും, നിങ്ങൾക്ക് അതിൽ നല്ല മെച്ചം ഉണ്ടാവും, സെയിലും നടക്കും. ഒരാളെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ വാങ്ങുന്ന സമയത്ത് സെയിൽ നടക്കില്ല എന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ക് തട്ടാതൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ പിന്നെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ഹെയർ ബാൻഡ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതൊക്കെ പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ ദൂര സ്ഥലത്തേക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം, നല്ല സ്റ്റാറ്റസ് ഇട്ടിട്ടും പിന്നെ കസ്റ്റമറെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അപ്പം അവരും നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുക. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ. ഞാനിപ്പം പൈസ തരാതെ തന്നെ 2000 രൂപൻ്റെ 3000 രൂപൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. എന്നോട് സ്ഥിരമായി മെറ്റീരിയൽസ് വാങ്ങുന്നവർക്ക് അവരെ കയ്യിൽ പൈസ കിട്ടുന്ന സമയത്താണ് എനിക്കത് തിരിച്ചയക്കുന്നത്. പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വിശ്വാസമുള്ളവർക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാത്ത പരിചയമില്ലാത്തവർക്കൊക്കെ ഞാൻ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നവർ ഫസ്റ്റ് മെറ്റീരിയൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല. സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് പൈസ തരൂ എന്ന് അങ്ങോട്ട് ചോദിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ കറക്റ്റ് കണ്ടു നോക്കുക കേട്ടോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. സെയിൽ ചെയ്യും വിശ്വസിക്കാൻ പറ്റുന്നവരാണോ പിന്നെ എന്നുള്ളതൊക്കെ കണ്ടതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. ചാടിക്കയറി പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർക്ക് എൻ്റെ ചാനൽ കാണാവുന്നതാണ്. ഒരു പുതുതായിട്ടൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചാനൽ കണ്ടതിന് ശേഷം മെറ്റീരിയൽസ് വാങ്ങാവുന്നതാണ് കേട്ടോ.